എനിക്കറിയണം സ്വന്തം കമ്പനി ആരാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുവരെ ഞാൻ ആരെ ഒന്നും പറയുന്നില്ല. ആദ്യം ആര് മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിയട്ടെ. സംസാരവും ശിക്ഷയെല്ലാം അത് കഴിഞ്ഞാവാം. അങ്കിൾ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അന്ന് ഈ ജോലി എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സ്നേഹത്തിൽ കഴിയുന്നവരെ ശത്രുക്കളാക്കണ്ടെന്ന് കരുതിയിട്ട്. എൻ്റെ സഹോദരിമാരുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണെന്ന് കരുതി ഞാൻ എൻ്റെ ജോലി ചെയ്യാതിരിക്കില്ലെങ്കിൽ ഒരു രൂപ പോലും ഞാനതൊന്ന് എടുക്കുകയില്ല. നിങ്ങളുടെ ഒരു ശമ്പളക്കാരനായ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കണം. എൻ്റെ അപേക്ഷയാണ്. അനൂപിന് ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവില്ല. അനൂപ് അങ്ങനെ ചെയ്യില്ലെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അനൂപിന്റെ മേൽ ഇപ്പൊ വന്ന ഈ ആരോപണം അനൂപ് മാറ്റണം. അനൂപ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തെളിയിക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. ആരുടെ ഭാഗത്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും അറിയണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. അവസാനം നീ ആവാതിരുന്നാ മതിയായിരുന്നു. എന്താ നിങ്ങൾ എല്ലാവർക്കും ഇത് ഞാനായിരിക്കണം ഇത്ര ആഗ്രഹം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നൊന്നും ആർക്കും വിശ്വാസമില്ല, ഒരു വിലയില്ല. എന്നിട്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തു വെച്ചതിന്റെ ഒക്കെ ബാക്കിയാ. എത്രയോ തവണ ഇതുപോലെ പൈസ എടുത്ത് എടുത്തി തിരിമറി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛനെല്ലാം ക്ഷമിച്ചില്ലേ? അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാ പിന്നെയും അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോ സംശയിക്കപ്പെടുന്നതും. അതെ, നീ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. അതിനു പകരം നീ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനൂപിനെ കുറ്റക്കാരനായി കാണുന്നു. എല്ലാവരെയും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അർച്ചന അനൂപിനെ പിന്താങ്ങുന്നത് സ്വന്തം സഹോദരനായതുകൊണ്ടാണെന്ന് പറയാം. ബാക്കിയുള്ളവരെടുത്ത് തലയെ കയറ്റുന്നത് എന്തിനാണാവോ? സ്വന്തം ഭാര്യയെ വരെ അവഗണിച്ച് കണ്ടവരുടെ കൂടെ നിൽക്കുന്നതിനുള്ള പ്രത്യാഘാതം നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും അവന്തിക ഇവിടെ തന്നെ കാണും. അനുവേ, അനൂപ് ഇതൊന്നും കാര്യമാക്കണ്ട. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ അനുപേട്ട, അച്ഛൻ പറഞ്ഞതുപോലെ ആരുടെ ഭാഗത്താ തെറ്റെന്ന് ഞങ്ങൾക്കും അറിയണം. അനൂപേട്ടനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഏട്ടൻ നിരപരാധിയാണെന്ന്. അതുകൊണ്ട് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുപേട്ടൻ ഇപ്പൊ ചെല്ല്, എന്നിട്ട് എല്ലാ ഫയലും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഇനി അബദ്ധം വല്ലതും പറ്റിയതാണോന്ന് അറിയില്ലല്ലോ. ഇന്നിനി അനൂപ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ ഞാനും കൂടെ വന്നിട്ട് നമുക്കെല്ലാം ക്ലിയർ ചെയ്യാം.